ക്രിക്ക് ടോക്സ് വിഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പൊ മുംബൈ ഇന്ത്യൻസ് ഒരു പുതിയ പ്ലെയറെ റീപ്ലേസ്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മറ്റാരുമല്ല, ക്രിഷ് ഭഗതിലാണ് അനൗൺസ് ചെയ്തത്. പഞ്ചാബ് പ്ലെയർ ക്രിഷ് ഭഗതിനെ അവർ അഥർവ അങ്കോക്കറിനെ റീപ്ലേസ്മെന്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒഫീഷ്യലായിട്ട് ESPN ക്രിക്കറ്റ് പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം MI സൈൻസ് ക്രിഷ് ഭഗത് ഇഞ്ചേർഡ് അഥർവ അങ്കോളേക്കർ റീപ്ലേസ്മെന്റ് വാർത്ത കൊടുക്കുന്നത്. പഞ്ചാബ് സീമർ ക്രിഷ് ഭഗത് ഇതുവരെ T20 ഇന്റർനാഷണൽ കളിക്കാത്തൊരു പ്ലെയർ ആണ്. പക്ഷെ അദ്ദേഹം MI മാനേജ്മെന്റ് ഇംപ്രസ് ചെയ്തൊരു സപ്പോർട്ടിംഗ് ബോളറായിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട്. അദ്ദേഹത്തിന് ഇപ്പോ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അവര്. മുംബൈ ഇന്ത്യൻസ് have signed Krish Bhagat, 21-year-old Punjab swimmer, as a replacement for the injured Atharav Ankolaikar. He joins MI at his base price. 30 ലക്ഷത്തിനാണ് അദ്ദേഹത്തിനെ അവരെടുക്കുന്നത്. അങ്കോളക്കറിനെ നമുക്കറിയാം, അദ്ദേഹം മികച്ച ബോളറാണ്. പക്ഷെ അദ്ദേഹത്തിന് നീ ഇഞ്ചുറി വരുന്നു. രഞ്ജി ട്രോഫിന്റെ സമയത്ത് അദ്ദേഹം ഇഞ്ചുറി അനുഭവപ്പെടുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ റോൾഡ് ഔട്ട് ആക്കേണ്ടി വന്നു. ഭഗത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് മുംബൈന്റെ ട്രയലിനോടൊപ്പം ഉള്ള പ്ലെയർ ആണ്. അദ്ദേഹം അവരെ മാനേജർ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ DY പട്ടേൽ റിലയൻസ് ടീം അദ്ദേഹം റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 2026 അദ്ദേഹം കളിച്ചിട്ടുമുണ്ട്. പ്രീ സീസൺ 2026 അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ സപ്പോർട്ടിംഗ് ബോളറായിട്ട് ടീമിനോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ ഒഫീഷ്യലായിട്ട് അവർ ടീമിൻ സ്ക്വാഡിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പഞ്ചാബിന് വേണ്ടിയിട്ട് ഭഗത് IPL നല്ല അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിൽ 7 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലിസ്റ്റിൽ 9 മത്സരത്തിൽ 9 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം മികച്ച ഡൊമസ്റ്റിക് ബോളറാണ്. അദ്ദേഹത്തെ നിന്ന് കൂടുതൽ ഇമ്പാക്ട് മുംബൈ ഇന്ത്യൻസ് ടീം പ്രതീക്ഷിക്കുന്നത്. അവരുടെ ബോളിംഗ് ഇപ്പൊ അത്ര വലിയ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് ഭഗതിന്റെ ഡൊമസ്റ്റിക് പ്ലെയർ ആയ ഭഗതിൽ നിന്ന് കൂടുതൽ ഇമ്പാക്ട് അവർക്ക് ആവശ്യമാണ്. മുംബൈ ഇപ്പൊ കറന്റ് ടേബിൾ 9ാം സ്ഥാനത്താണ്. മുംബൈക്കുള്ള മത്സരം വേണ്ടി TBK's എതിരാണ് മുംബൈയുടെ മത്സരം. അപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.